ഹലോ ഗായ്സ്, വെൽക്കം ടു മരിയാസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ ഗായ്സ്. അപ്പോൾ ഇന്ന് മീനയുടെ കുഞ്ഞിൻ്റെ നൂല് കെട്ടാൻ രാവിലെ തന്നെ അയൺ ചെയ്യാനായിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പോയപ്പോൾ ഇച്ചാൻ എനിക്ക് ബോണസ് തന്നിട്ടോ. ഇച്ചാൻ ഷർട്ടോട് അയൺ ചെയ്യാൻ. പിന്നെ ടൈം ആയത് പറഞ്ഞാൽ പ്രാളത്തെ അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ചടപടേ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അങ്ങനെ തുടങ്ങിയൊന്നുമില്ല. കാരണം അവളുടെ ബേബി ഷവറിനുണ്ടല്ലോ, അന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അവിടെ തന്നെയായിരുന്നു. എന്നിട്ട് വീട്ടിൽ റെഡിയാകാൻ വന്നിട്ട് പോയപ്പോൾ ലേറ്റ്. അതുകൊണ്ട് ടൈമിന് എത്തണം എന്നുള്ളൊരു നിർബന്ധമാണ്. ഞാൻ ഓടി പിടിച്ച് അങ്ങോട്ട് പോയി. പിള്ളേർ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴത്തേനും കുഞ്ഞിന് കരിവരപ്പൊക്കെ ആയിരുന്നു. ഞാൻ കുറേ വീഡിയോസ് എടുത്തു. ഇത് കുഞ്ഞിൻ്റെ അമ്മൂമ്മയാണ്, ഇത് അവളുടെ റിലേറ്റീവ്സാണ് കേട്ടോ. ഈ കൂടുതൽ റിലേഷൻസ് ഒന്നും അറിയത്തില്ല. ഓക്കെ, ബട്ട് എല്ലാവരും റിലേറ്റീവ്സൊക്കെ ആയിരുന്നു. പിന്നെ കുഞ്ഞിന് അവിടെ ഇവിടെയൊക്കെ കരിയൊക്കെ തെക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ആചാരം, അതായത് നമ്മുടെ വേറെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അവന് ഇത് അമ്മയുടെ കലാവിരുത്, കരിയൊക്കെ വരച്ച് സുന്ദര കുട്ടനാക്കി പൗഡറൊക്കെ തൊടിയിച്ചു അവൻ അങ്ങനെ കിടത്തുന്നത്. ഇതാണ് കുഞ്ഞിൻ്റെ അച്ഛ, മിസ്റ്റർ അമൽ മാധവ്. ഇത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് അനുവാണ്. ഇത് അമ്മുമ്മ. പിന്നെ ഇതൊക്കെ റിലേറ്റീവ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചടങ്ങ് തുടങ്ങാറായി. ഞങ്ങൾ ചടങ്ങ് കാണാനായിട്ട് അങ്ങോട്ട് പോയി. എന്തൊക്കെയോ പുതിയ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു ചടങ്ങ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. എന്തൊക്കെയോ അവരുടേതായിട്ടുള്ള കുറേ ആചാരങ്ങളുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എല്ലാം കൗതുകത്തോടെ നോക്കി നിന്നതല്ലാണ്ട് ഒന്നും മനസ്സിലായില്ല. പിന്നെ പിന്നെ നമ്മുടെ കുഞ്ഞിനെ തറയിൽ തന്നെ അവർ ഇരുന്നിട്ട് എന്തൊക്കെയോ കെട്ടി. പിന്നെ ഗോൾഡൊക്കെ ഇട്ടു കുഞ്ഞിന്. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. കുറേ ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനെ സ്വർണ്ണത്തിൽ ഇങ്ങനെ കുളിപ്പിച്ച് വേണം. കിടത്തിയപ്പോൾ ഒന്നും ഇല്ലാണ്ട് കിടന്ന കുഞ്ഞായിരുന്നു കേട്ടോ. എഴുന്നേച്ച് വന്നപ്പോൾ കൊടീശ്വരനായിട്ട് വന്നു. അവന് മൊത്തം സ്വർണ്ണത്തിൽ കുളിപ്പിച്ചിട്ടാ. അപ്പോൾ പിന്നെ അമ്മമ്മയും കൂടെ എന്തൊക്കെയോ കെട്ടുന്നുണ്ടായിരുന്നു. മാലയും മരങ്ങാണവും വളയൊക്കെ എന്തൊക്കെയായിരുന്നു, മോതിരങ്ങളും അങ്ങനെ ഒത്തിരി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുഞ്ഞിൻ്റെ ഫേസ് കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ ഗൈസ്. കുഞ്ഞല്ലേ, തീരെ പൊടി കുഞ്ഞല്ലേ, അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയൊക്കെ ഇടുമ്പോഴത്തേനും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. അന്നേരം തന്നെ അവനതിൽ മൂത്രമൊഴിച്ചിട്ട് നമ്മുടെ പിന്നെ ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഉടുപ്പൊക്കെ ഇട്ടു, പച്ച. ഞങ്ങൾ പച്ച ഫാമിലിയായി ഗൈസ്. അങ്ങനെ അച്ഛൻ, അമ്മ, കുഞ്ഞ് എല്ലാവരും പച്ച ഉടുപ്പൊക്കെ ഇട്ടു. പിന്നെ ഫസ്റ്റ് ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ. ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറേ എന്താ പറയണ്ടത്, എൻ്റെ കെട്ടിയൻ്റെ ഫ്രണ്ട്സ് ഫുള്ള് കറങ്ങും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ പോയി എഴുന്നേൽപ്പിച്ച് പാലൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴാണ് പോയി എടുത്തിട്ട് വന്നത്. പിന്നെ വീണ്ടും ആ സമയത്ത് അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഫോട്ടോ സെഷനായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെയായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് അടി. ഓക്കെ ഗൈസ്, ഇത്രയുള്ളപ്പോൾ ബൈ.